പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ഒരു പ്രത്യേക ചോദ്യത്തോടു കൂടിയിട്ടാണ്. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ സുഹൃത്ത് വേറൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, രണ്ട് ബസ്സും നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ട് പോലെ, ഒരു ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ അടുത്തടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് പോലെ, അങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് പോകാൻ പറ്റുമോ? നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും രണ്ട് ബസ്സിലാണ് ഉള്ളത്, അങ്ങനെ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പറ്റുമല്ലേ? പറ്റും എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? രണ്ട് ബസ്സുകൾ അടുത്തടുത്ത് ഇങ്ങനെ പോകണം. നിങ്ങളിരിക്കുന്ന സീറ്റും നിങ്ങളുടെ ഫ്രണ്ടിരിക്കുന്ന സീറ്റും കൂടെ അടുത്തടുത്ത് വരണം. രണ്ട് ബസ്സും ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ, അതായത് ഒരേ വെലോസിറ്റിയിലാണ് രണ്ട് ബസ്സുകളും പോകുന്നത് എങ്കിൽ അങ്ങനെ പറ്റും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാം? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ ഫ്രണ്ടിന് മനസ്സിലാവില്ല. പക്ഷേ റോഡിൻ്റെ പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾ, ബസ്സിൻ്റെ പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾക്ക് നിങ്ങൾ രണ്ടുപേരും പോകുന്നതായിട്ടും കാണാം. അതായത് പുറത്ത് നിന്ന് നോക്കുന്ന ആൾ പറയും നിങ്ങൾ മൂവ് ചെയ്യണമെന്ന്, എന്നാൽ അകത്തിരിക്കുന്ന നിങ്ങൾ പറയും നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നില്ല എന്ന്, നിങ്ങളുടെ ഫ്രണ്ടും പറയും നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല. അതേപോലെയാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അങ്ങനെയാണ്. അതായത് ഒരാൾക്ക് വെലോസിറ്റി ഉണ്ട് എന്ന് മറ്റൊരാൾക്ക് തോന്നണം എന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു തോന്നലാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടോപ്പിക്കാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക്. ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ട് ബസ്സുകൾ സങ്കല്പിക്കുന്നു. ഇത് ബസ് എ എന്ന ബസ്. ഓക്കെ, ആ ബസ് ഇങ്ങോട്ട് ഉദാഹരണത്തിന് ഒരു 4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇതാണ് റോഡ്. ഓക്കെ, ആ റോഡിൻ്റെ ഒരു ട്രാക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് വേറൊരു ബസ്സുണ്ട്, വേറെ ഒരു ബസ്, ബസ് നെയിം ബി. ആ ബസ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബസ് പോകുന്ന സ്പീഡ് ഉദാഹരണത്തിന് ഒരു 6 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, സങ്കല്പിച്ചില്ലേ? ഇനി ഈ രണ്ട് ബസ്സുകൾ തമ്മിലുള്ള ഈ ദൂരം ഒരു 20 മീറ്റർ ആയിക്കോട്ടെ. നിങ്ങളത് കോപ്പി ചെയ്യണം എൻ്റെ കൂടെ കേട്ടോ. നമ്മൾ എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് കിട്ടുള്ളൂ. ദെൻ ഓൺലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്സ്. അപ്പോൾ വരയ്ക്കണം എൻ്റെ കൂടെ. ഇത് എത്രയും ചെയ്തില്ലേ? അപ്പോൾ ഒരു 20 മീറ്റർ അകലെ രണ്ട് ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു സ്റ്റാർട്ട് സീയിങ് ദ ബസ് ലൈക്ക് ദിസ്. ഈ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ബസ്സസ് ആണോ? നോ, ദിസ് ബസ് വാസ് കമ്മിങ്. ഓക്കെ, ആൻഡ് ദിസ് ഓൾസോ വാസ് കമ്മിങ്. വെൻ യു സ്റ്റാർട്ട് സീയിങ് ദിസ് ഹാസ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, means that bus is in uniform motion. This bus is also in uniform motion with a velocity 6 meter per second. Okay, now you imagine you are in bus A. A എന്ന ബസ്സിലാണ് നിങ്ങളുള്ളതെന്ന് സങ്കല്പിക്കുക. A എന്ന ബസ്സിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ടോപ്പിക് വളരെ ഈസിയാണ്. നിങ്ങൾ ഈ ബസ്സിൻ്റെ പുറകിലാണുള്ളത്, ഇങ്ങോട്ട് ബി എന്ന ബസ്സിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബസ് അങ്ങോട്ട് പോകുന്ന ബസ്സിൽ നിങ്ങൾ തിരിഞ്ഞാണ് ഇരിക്കുന്നത്, ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഈ ബി എന്ന ബസ്സിലൊരു കുട്ടിയുണ്ട്, യുവർ ഫ്രണ്ട്. ഓക്കെ, ആ കുട്ടി ഈ ബസ്സിൻ്റെ ഏറ്റവും മുന്നിലാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ പറഞ്ഞാൽ തിയററ്റിക്കലായിട്ട് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ള ദൂരം എത്രയാണ്? 20 മീറ്ററാണ്. ഓക്കെ, ആ 20 മീറ്റർ അകലം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുമോ? ഇല്ല. നന്നായി കേൾക്കണം ഇനി. അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇനി പറഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ബസ്സിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്, എന്നിട്ട് ഈ ബസ്സിനെ നോക്കുന്നുണ്ട്. ഈ ബസ്, ഈ റോഡെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്മൂത്ത് റോഡാണ്. നിങ്ങൾക്ക് യാതൊരു മൂവ്മെൻറ്റും ഫീൽ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കംഫർട്ടബിൾ റോഡ്, ഏറ്റവും കംഫർട്ടബിൾ ബസ്സും ഇമാജിൻ ചെയ്യുക. ആ ബസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കി കുറച്ച് നേരം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാം? നമ്മൾ മൂവ് ചെയ്യുന്നത് പോലെ തോന്നില്ല. മനസ്സിലായോ? നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണ് നമ്മൾ ബി എന്ന ബസ്സിനെ നോക്കുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക? ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ബസ്സിനെ നോക്കി തുടങ്ങുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ദൂരം 20 മീറ്ററാണ്. ഈ ബസ്സിൻ്റെ സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡാണ്, ഇതിൻ്റെ 4 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഈ ബസ്സും ഒരേപോലെയാണോ പോകുന്നത്? അല്ല, ഈ ബസ് ഓരോ സെക്കൻഡിലും 2 മീറ്റർ കൂടുതൽ പോകുന്നുണ്ട്. ഈ ബസ് ഓരോ സെക്കൻഡിലും 2 മീറ്റർ കൂടുതൽ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പം
നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളും തമ്മിലുള്ള ദൂരം ഓരോ സെക്കൻഡിലും 2 മീറ്റർ വെച്ച് കുറഞ്ഞു വരുന്നുണ്ട്. എന്താ ഈ 2 മീറ്റർ കുറയാൻ കാരണം? അത് 6 - 4 ആണ്. ഓക്കെ, അവിടെ 6 - വേറൊരു സംഖ്യ ആയിരുന്നെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അത് വരിക. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. എന്ത് വെലോസിറ്റിയിൽ? 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ. അതായത് ഈ എ എന്ന കുട്ടിക്ക് അല്ലെ നിങ്ങൾക്ക് ബി എന്ന കുട്ടിയുടെ 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റി ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമായ വെലോസിറ്റിയായ 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ ആശയത്തെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എഴുതുന്ന ഒരു രീതിയുണ്ട്. ഈ രീതി നിങ്ങൾ പഠിച്ചാൽ ഐ ക്യാൻ ഗ്യാരണ്ടി you will solve all the problems of relative velocity. It's easy. Okay, now derivation for this equation. See this is the equation we write. എഴുതണം എൻ്റെ കൂടെ. Relative velocity of B with respect to A, VBA, is equal to VB minus VA. This is the formula. ഈ ഫോർമുല എന്താണെന്ന് നന്നായി മനസ്സിലാക്കണം. ഇത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ എന്നാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് ടു എ എന്ന് വെച്ചാൽ ആരാണ് പറയുന്നത്? എ ആണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ബിയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? എ മൂവ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത്. 3 കാര്യം മനസ്സിലായോ? Who is speaking? A is speaking. About whom this idea is? About B. And how is or what is the feeling of A? A talks as if A is not moving. Have you got that idea? So I calculated further. VB is 6. ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് I take it as positive value. Minus 4. This is equal to 2 meter per second. So we say 2 meter per second is the relative velocity of B with respect to A. This is the velocity A gives to B as if A is at rest. Have you understood that? Write it down. Relative velocity of B with respect to A, VBA, is equal to VB minus VA. Now we are going to explain that. That you should understand very carefully. This is the velocity A gives to B as if A is at rest. മനസ്സിലായി? എ റെസ്റ്റിലാണ് എന്ന രീതിയിൽ എ ബിക്കുണ്ട് എന്ന് പറയുന്ന വെലോസിറ്റിയാണ് എന്ത്? റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സത്യത്തിൽ എക്ക് വെലോസിറ്റി ഉണ്ടല്ലോ, എ മൂവ് ചെയ്യുകയല്ലേ എന്നെല്ലാം. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഞാൻ പറയാം. ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്, ഒരു ബസ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ വെലോസിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്ന രീതിയിലാണല്ലോ. സത്യത്തിൽ എർത്ത് മൂവ് ചെയ്യുന്നില്ലേ? ഇല്ലേ? ആ കാര്യമാണ് ഇവിടെയും. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ പറയുന്നു, അത് ഇവിടെ എയും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, രസകരമായ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ ഒരു ബസ്, ഇപ്പോൾ ഈ ബസ് ഇങ്ങനെ എ എന്നുള്ള ബസ് ഇവിടെ ഇങ്ങനെയുണ്ട്. ഓക്കെ, ബി എന്നുള്ള ബസ് ഇങ്ങനെ പുറകിലുണ്ട്. ഈ ദൂരമാണ് 20 മീറ്റർ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ, ഇത് ഒരേ ലൈനിലാണ് പോകണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡ് കഴിയുമ്പം ഈ ബസ്സിൻ്റെ പുറകിൽ തട്ടും? കാൽക്കുലേറ്റ് ഇറ്റ് ആൻഡ് ടെൽ മീ. 1 സെക്കൻഡ് കഴിയുമ്പം ഈ 20 മീറ്ററിന് 2 മീറ്റർ കുറയും. അപ്പോൾ എത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഇത് കൂട്ടിമുട്ടും? അതായത് എത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും? ഈ സിറ്റുവേഷൻ ഉണ്ടാകാൻ എത്ര സമയം എടുക്കും? എത്രയാ? 10 സെക്കൻഡ്. ശരിയല്ലേ? 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. ഇനി ഈ ബസ്സിൻ്റെ നീളം ഒരു 10 മീറ്റർ ആണെന്ന് സങ്കല്പിക്കുക.
ബസ്സിൻ്റെ മീറ്റർ ദൂരം ഒരു 10 മീറ്റർ ആണെങ്കിൽ, നീളം ഒരു 10 മീറ്റർ ആണെങ്കിൽ ഈ സിറ്റുവേഷൻ ആകണമെങ്കിൽ പിന്നെ എത്ര സമയം കഴിയണം? 5 സെക്കൻഡും കൂടെ. 5 സെക്കൻഡും കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനെ ആവാൻ വേണ്ടി 10 സെക്കൻഡ് എടുക്കും. അവിടുന്ന് വീണ്ടും ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് 15 സെക്കൻഡ് ആകുമ്പോൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. ഇനി ഒരു 5 സെക്കൻഡും കൂടെ കഴിയുമ്പോൾ ഈ പുറകിൽ വന്ന ബസ് ഫ്രണ്ടിലുള്ള ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? ഇത്തരം പ്രോബ്ലങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി ഇമാജിൻ ചെയ്ത് ചെയ്യണം. ഈ ആശയം പരീക്ഷയ്ക്ക് വളരെ റെയറായിട്ട് ചോദിച്ചിട്ടുള്ളൂ, എന്നാൽ അത് അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനെ ആവാൻ 10 സെക്കൻഡ് എടുക്കും, 15 സെക്കൻഡ്, 20 സെക്കൻഡ്. അപ്പോൾ 20 സെക്കൻഡ് കൊണ്ട് ഓവർടേക്ക് ചെയ്യും. മനസ്സിലായോ? ഈ സിറ്റുവേഷനാണ്. ഈ 20 സെക്കൻഡൊക്കെ വന്നത് നമ്മൾ ഈ റിലേറ്റീവ് വെലോസിറ്റി 2 എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ടതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഒരു രസകരമായ കൺസെപ്റ്റ് അല്ലേ? എനിക്ക് അടുത്ത കാര്യം നോക്കാം. ഈ നൊട്ടേഷൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം നിങ്ങൾ കേൾക്കണേ. VAB എന്ന് പറഞ്ഞാൽ എന്താണ്? VAB ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ അങ്ങനെ എഴുതണം നിങ്ങൾ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി, VAB is equal to, how do you calculate that? VA minus VB is equal to, VA is 4 minus 6 is equal to minus 2 meter per second. എന്ന് വെച്ചാൽ ബിക്ക് തോന്നുന്നത് എ എന്ന ബസ് 2 മീറ്റർ പുറകോട്ട് വരികയാണ് എന്നാണ്. മനസ്സിലായ ആശയം? ഈ ബസ്സിൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് തുടങ്ങുന്ന സമയത്ത് അവർ തമ്മിലുള്ള ദൂരം 20 മീറ്റർ ആയിരുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 18 മീറ്റർ ആയിട്ട് കുറഞ്ഞു. ഓരോ സെക്കൻഡിലും 2 മീറ്റർ വെച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ഈ ബിക്ക് തോന്നുക എ എന്ന ബസ് പുറകോട്ട് വരുന്നതായിട്ടാണ്. അതാണ് ആ മൈനസ് ചിഹ്നം വന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനി ആ നൊട്ടേഷൻ പഠിക്കാൻ വേണ്ടി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഓക്കെ, ഈ റോഡിൻ്റെ സൈഡിൽ ഇവിടെ ഒരു മരമുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ട്രീ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ VTB എന്താണ്? VTB എന്ന് പറഞ്ഞാൽ എന്താ? T stands for tree. VTB is the relative velocity of the tree with respect to B. And how do you calculate that? VT minus VB is equal to, the tree of course is not moving. So it is 0 minus 6 is equal to minus 6 meter per second. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതായത് if you are traveling on the bus B and if you are looking at a tree which is stationary there, the velocity you says that tree is having is minus 6 meter per second, means you will say the tree is moving backwards with the velocity as that of the bus. ഇതാണ് നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് മരം പുറകോട്ട് ഓടുന്ന പോലെ തോന്നുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമുക്ക് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഇങ്ങനെ തോന്നുക, ഈ ബസ്സിന് തൊട്ട് പുറകിലാണ് ഈ ബസ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ ബി എന്ന് പറഞ്ഞ ബസ് എ എന്ന ബസ്സിനിട്ട് ഇടിക്കും അല്ലേ? 10 സെക്കൻഡ്. എങ്ങനെയാണ് 10 സെക്കൻഡ് കിട്ടിയത്? ഈ പോവേണ്ട ദൂരം ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റിയാണ്. കിട്ടിയില്ലേ അത്? ഇനി ഇപ്പോൾ ഈ ഡ്രൈവർക്ക് തോന്നുകയാണ് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇടിച്ചാൽ പോരാ, ഒരു 2 സെക്കൻഡ് കഴിയുമ്പം ഇടിക്കണം എന്ന് തോന്നുന്നു എന്നിരിക്കട്ടെ. എത്ര സെക്കൻഡാ? 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇടിക്കണം. എങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ? പോരാ. ഈ ബസ് ഡ്രൈവർ മസ്റ്റ് ചേഞ്ച് ദ വെലോസിറ്റി ഓർ ദാറ്റ് ബസ് ഡ്രൈവർ മസ്റ്റ് ആക്സിലറേറ്റ് ചെയ്യണം. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആക്സിലറേഷൻ വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നോക്കണേ. അപ്പോൾ നോക്കുക, 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇടിക്കണം എന്നാണ് പറഞ്ഞത്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കുക. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ബസ് എത്ര മുന്നോട്ട് പോയിട്ടുണ്ടാവും? 4 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ വെലോസിറ്റി? യൂണിഫോം മോഷൻ അല്ലേ? അപ്പോൾ S is equal to VT. ദിസ് ബസ് വുഡ് ഹാവ് ട്രാവൽഡ് ഹൗ മെനി മീറ്റേഴ്സ് മോർ? 8 മീറ്റേഴ്സ് മോർ. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും ബസ്. അപ്പോൾ ഇവിടെയാണ് ഈ ബസ് ഉള്ളത്. അപ്പോൾ ഈ ദൂരം എത്രയായിരിക്കും? 28 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട്. എന്ന് വെച്ചാൽ അടുത്ത 2 സെക്കൻഡ് കൊണ്ട്
ഈ ബസ് 28 മീറ്റർ പോയാൽ ഈ ബസ്സിന് ഇടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബസ്സിൻ്റെ കാര്യം നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്, പോവേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് 28 മീറ്റർ. മനസ്സിലാകുന്നില്ലേ? എടുക്കുന്ന സമയം 2 സെക്കൻഡ്. ആക്സിലറേഷൻ എത്ര വേണം? ഈ ഡാറ്റ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ 2 സെക്കൻഡ് സമയം കൊണ്ട് ബസ് പോയി ഇടിക്കാൻ ആവശ്യമായ ആക്സിലറേഷൻ കിട്ടും. മനസ്സിലായോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എസ് ഇസ് ഈക്വൽ ടു 28 ഇസ് ഈക്വൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഫോർമുല എഴുതിയിട്ടേ തുടങ്ങാനുള്ള. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ എസ് 28 യു ടി എന്ന് പറയുന്നത് 12 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ 4. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 28 ഇസ് ഈക്വൽ ടു 12 പ്ലസ് 2a, ദാറ്റ് ഈസ് 2a ഇസ് ഈക്വൽ ടു, സോ a ഇസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എക്ക് അപ്പോൾ എത്രയായിരിക്കട്ടെ? 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആക്സിലറേഷൻ ഈ ബസ്സിന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ബസ് ആ ബസ്സിൻ്റെ പുറകിൽ പോയി തട്ടും. ഓക്കെ, എത്ര സെക്കൻഡ് കൊണ്ട് തട്ടും? 2 സെക്കൻഡ് കൊണ്ട് തട്ടും. ഇടിക്കുന്ന സമയത്ത് ഈ ബസ്സിന് എന്ത് വെലോസിറ്റി ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ ബസ്സിനെ ഇടിക്കുന്ന സമയത്ത് ഈ ബസ്സിന് എന്ത് വെലോസിറ്റി ഉണ്ടാവും? ആക്സിലറേഷൻ ഇതാണ് വെലോസിറ്റി. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി? 8 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 14. 2 സെക്കൻഡ് കഴിയുമ്പോഴോ 14 പ്ലസ് 8 ഇസ് ഈക്വൽ ടു 22 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോടുകൂടിയായിരിക്കും പോയി ഇടിക്കുക. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഈ ബസ് ഇങ്ങോട്ട് പോകുന്നതിന് പകരം യു ജസ്റ്റ് ഇമാജിൻ ദിസ് ബസ് ഈസ് ട്രാവലിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ വിത്ത് ദ സെയിം വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. മീൻസ് one big difference is hereafter we will continue to take this 6 as plus, but we have to take this 4 as minus because that bus is moving towards the left of the road. So we put a minus sign over here. Okay, ഇനി നോക്കുക. ഇനി ഉദാഹരണത്തിന് VBA. What is VBA? VBA എന്ന് പറഞ്ഞാൽ എന്താ? Relative velocity of B with respect to A. So who is speaking here? A is speaking. About whom? B. How is the speech? As if A is at rest. അപ്പോൾ A റെസ്റ്റിലാണെന്ന രീതിയിൽ പറയുന്ന കാര്യം. ദാറ്റ് ഈസ് അഗെയിൻ എൻ്റെ കൂടെ എഴുതണേ. VB മൈനസ് VA is equal to VB is 6 minus 4 is equal to 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് എ എന്ന ബസ്സിലിരിക്കുന്ന ആൾക്ക് തോന്നുന്നത് ബി എന്ന ബസ് അങ്ങോട്ട് വലതുഭാഗത്തേക്ക്, അതെങ്ങനെ മനസ്സിലായി? പോസിറ്റീവ് ആയതുകൊണ്ട് വലതു ഭാഗത്തേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റിയിൽ പോകുന്നതായിട്ട് തോന്നും. മനസ്സിലായില്ലേ? ഇനി VAB ആണെങ്കിലോ? VAB ആണെങ്കിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? VAB who says now? B says about A, as if B is at rest. So it is VA minus VB is equal to VA is minus 4 minus 6 is equal to minus 10 meter per second. So B feels that this bus is moving with a velocity minus 10, means towards the left side. Have you understood that? Okay. അങ്ങനെയെങ്കിൽ ഈ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ എത്ര സമയമെടുക്കും? ഒരു ട്രാക്കിലാണ് വരുന്നതെന്നിരിക്കട്ടെ, കൂട്ടിയിടിക്കാൻ എത്ര സമയമെടുക്കും? സിമ്പിൾ കാൽക്കുലേഷൻ നോക്കണേ. ഇവ തമ്മിലുള്ള ദൂരം 20 മീറ്ററാണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ബസ് 6 മീറ്ററും വരും, ഈ ബസ് 4 മീറ്ററും വരും. പിന്നെ അപ്പോൾ ഒരു 10 മീറ്റർ അടുത്ത് വന്നു. പിന്നെ ബാക്കിയുള്ളത് 10 മീറ്ററാണ്. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഇടിക്കും. മനസ്സിലായില്ലേ? ആ 2 സെക്കൻഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദ ഡിസ്റ്റൻസ് ദേ ആർ എപ്പാർട്ട് ഡിവൈഡഡ് ബൈ ദ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ക്രോസിംഗ് ടൈമും ഓവർടേക്കിംഗ് ടൈമും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഈ ഫോർമുലകളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇപ്പോൾ ഈ 2 സിറ്റുവേഷൻസാണ് നമ്മൾ പറഞ്ഞത്. വി ഹാവ് എ തേർഡ് സിറ്റുവേഷൻ. ഓക്കെ, അത് നമ്മളുടെ ടെസ്റ്റിലുള്ള പ്രോബ്ലം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് അത് അങ്ങ് ചേർക്കുകയാണ്. കാരണം കുട്ടികൾ എപ്പോഴും അത് സംശയം ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്.
ഒരു ട്രെയിൻ സങ്കല്പിക്കുക. ട്രെയിൻ എ ഈ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് വിത്ത് വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് വി ഹാവ് വൺ മോർ ട്രെയിൻ. ദിസ് ഈസ് ട്രെയിൻ ബി. ഇറ്റ് മൂവ്സ് ടു ദിസ് സൈഡ് വിത്ത് 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വി എ വി ബി ഇവ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാളുമായിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ജസ്റ്റ് തിങ്ക് ഓഫ് അനദർ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, സോ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് വേണം ഇതിനെ പി എന്ന് എഴുതാം. ഇനി ഒരു ജസ്റ്റ് ഇമാജിൻ, ഇതിനകത്തിരിക്കുന്ന ഒരാൾ നോക്കുമ്പോൾ മേലെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുരങ്ങൻ ഓടുന്നുണ്ടെന്നിരിക്കട്ടെ. കുരങ്ങൻ ഓടുന്നുണ്ട്. ആ കുരങ്ങൻ ഇങ്ങോട്ട് ഓടുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ ഇരിക്കുന്ന ആൾ ഒരു കുരങ്ങനെ കാണുന്നു. കുരങ്ങൻ ഓടുന്ന എല്ലാവർക്കും കാണാം, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കും കാണാം. കുരങ്ങൻ എങ്ങോട്ടാണ് ഓടുന്നത്? ഇങ്ങോട്ട് ഓടുന്നതായിട്ട് തോന്നുന്നു വിത്ത് വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാര് കാണുന്നതാണ്? ഇയാൾ കാണുന്നതല്ല, ഇയാൾ കാണുന്നതല്ല. എ എന്ന ട്രെയിനിലിരിക്കുന്ന അകത്തിരിക്കുന്ന ഒരാൾ ഇയാൾ നോക്കുമ്പോൾ ഒരു കുരങ്ങൻ ഓടുന്ന കാണുന്നു. ആ കുരങ്ങന് ഉണ്ട് എന്ന് ഇയാൾ പറയുന്ന വെലോസിറ്റി -5 മീറ്റർ പെർ സെക്കൻഡാണ്. എന്ന് വെച്ചാൽ ആ എഴുതിയ കാര്യം എന്താണ്? ഈ -5 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്നാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ മങ്കി ബൈ ദ ട്രാവലർ ഓൺ എ. അപ്പോൾ എ പറയുകയാണ് ആരെക്കുറിച്ച്? മങ്കിയെക്കുറിച്ച്. എന്താണ് പറയുന്നത്? അപ്പോൾ കാൽക്കുലേഷൻ വരേണ്ടത് എന്തായിരിക്കും? വി എം മൈനസ് വി എ എന്നാണ് വരേണ്ടത്. അതെന്താണ് അയാൾ പറയുന്നത്? ഹി സൈസ് ഹി മൂവ്സ് വിത്ത് എ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. പുറകോട്ട് പോകുന്നതാണ് അയാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു കുരങ്ങൻ ഓടുന്നുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ വ്യക്തമായി. കുരങ്ങൻ ഓടുന്നുണ്ട്. കുരങ്ങൻ ട്രെയിൻ അങ്ങോട്ടാണ് പോകുന്നത്. കുരങ്ങൻ എങ്ങോട്ടാണ് ഓടുന്നത്? ഇങ്ങോട്ടാണ് ഓടുന്നത്. എത്ര വെലോസിറ്റിയിൽ ഓടുന്നതായിട്ടാണ് അയാൾ പറയുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഓടുന്നതായിട്ടാണ് പറയുന്നത്. ചോദ്യം നിങ്ങൾ എന്താണ് പറയുക എന്നാണ്. യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ പ്ലാറ്റ്ഫോം ആൻഡ് വാട്ട് വിൽ യു ഫീൽ ഓർ വാട്ട് വിൽ യു സേ? നിങ്ങൾ പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ വി എം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പോൾ വി എ നമുക്കറിയാമല്ലോ. അപ്പോൾ വി എം മൈനസ് വി എ എത്രയാണ്? 15 is equal to -5 meter per second. So Vm is equal to 10 meter per second. ഈ ചിത്രം നോക്കി നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ട്രെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? ട്രെയിൻ വലതു ഭാഗത്തേക്കാണ് പോകുന്നത്. 15 meter per second വെലോസിറ്റി. The monkey is running to what side? To the left side. With what velocity? 5 meter per second. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സെക്കൻഡ് കഴിയുമ്പം ട്രെയിൻ എത്ര പോയിട്ടുണ്ടാവും വലതു ഭാഗത്തേക്ക്? ട്രെയിൻ 15 മീറ്റർ പോയിട്ടുണ്ടാവും. മങ്കി എത്ര പോയിട്ടുണ്ടാകും വലതു ഭാഗത്തേക്ക്? ട്രെയിനിൽ തന്നെയാണ് മങ്കി ഉള്ളത്. ട്രെയിനിൽ അനങ്ങാണ്ട് നിൽക്കുകയായിരുന്നെങ്കിൽ മങ്കിയെ ട്രെയിൻ 15 മീറ്റർ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ മങ്കി ഓടുന്നുണ്ട്. മങ്കി ലെഫ്റ്റ് സൈഡിലേക്ക് ഓടുന്നത് കൊണ്ട് ട്രെയിനിൻ്റെ ഒപ്പം പോകാൻ മങ്കിക്ക് പറ്റില്ല. ട്രെയിൻ 15 മീറ്റർ വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ മങ്കി എത്ര മാത്രമേ പോകുള്ളൂ? 10 മീറ്ററേ പോകുള്ളൂ. ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മങ്കിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന വെലോസിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം മങ്കി ഏത് ഭാഗത്തേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്രെയിൻ പോകുന്ന ഭാഗത്തേക്കാണോ മങ്കി ഓടുന്നത്? അല്ല, മങ്കി അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. എന്ത് വെലോസിറ്റിയിലാണ് മങ്കി ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മങ്കിയോട് ചോദിക്കുക എന്ത് വെലോസിറ്റിയിലാണ് ഓടുന്നതെന്ന്. അല്ലെങ്കിൽ മങ്കിയുടെ മേലെ ഒരു സ്പീഡോ മീറ്റർ പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? മങ്കിയുടെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് സിറ്റുവേഷൻ. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നിൽക്കുന്നു, ഈ ട്രെയിനിൻ്റെ മേലെ ഒരു കുരങ്ങൻ ഇരിക്കുകയെന്നിരിക്കട്ടെ. ഒരു കുരങ്ങൻ ഇരിക്കുക. എന്തായിരിക്കും കുരങ്ങൻ്റെ വെലോസിറ്റി? -25. ട്രെയിൻ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ആ കുരങ്ങൻ എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നിരിക്കട്ടെ. തുടർച്ചയായി നിങ്ങളോട് ഇങ്ങനെ നേരെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുരങ്ങൻ ഇങ്ങനെ നിന്നാൽ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, കുരങ്ങൻ അങ്ങോട്ട് നീങ്ങി പോകും.
അപ്പോൾ കുരങ്ങൻ ഓടിയാൽ മതി. എന്ത് വെലോസിറ്റിയിൽ ഓടണം? 25 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ ഓടണം. എങ്ങോട്ട് ഓടണം? ഇങ്ങോട്ട് ഓടണം അല്ലേ? അപ്പോൾ ഇയാൾ ട്രെയിനിൻ്റെ മേലെ അയാൾ അവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ സാധാരണ ത്രെഡ്മില്ലിലൊക്കെ ഓടില്ലേ, അതേപോലെ നിങ്ങൾ ത്രെഡ്മില്ലിൻ്റെ സ്പീഡിൽ ഓപ്പോസിറ്റ് ഓടുമ്പോഴല്ലേ അവിടെ അനങ്ങാണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഓരോ സിറ്റുവേഷനും നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. അങ്ങനെ പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ ബന്ധപ്പെടണം. എല്ലാവരും നന്നായി അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നമ്മളെല്ലാ ആശയങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പഠിച്ചാൽ മാത്രം പോരാ, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മാർക്ക് കിട്ടാവുന്ന ആശയങ്ങളായിട്ട് പരിണമിക്കുക, അല്ലെങ്കിൽ മാറിക്കിട്ടുക. മനസ്സിലത് ഉറച്ച് കിട്ടണം ആശയങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം. എല്ലാവർക്കും സെൻറ്റം സ്കോർ ആശംസിക്കുന്നു. താങ്ക് യു.